ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ട പരമ്പര ക്ലൈമാക്സിലേക്ക് ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കിരണിനോട് ഷാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനാണോ ശരിക്കും ഗംഗപ്രസാദിനെ കൊന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, ആണെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കടി. അയ്യോ രൂപേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെയൊക്കെ മനസ്സിലിപ്പോ എന്താന്ന് ആർക്കറിയാം. നീയെ നിന്റെ ഭർത്താവ് മരിച്ചാൽ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അയ്യോ ഇല്ല രൂപേ, എടി നീ പാചകം ചെയ്യുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മുഖത്തെ നല്ല വിഷമമുണ്ട്. എനിക്കത് മനസ്സിലാവുന്നതാണോ നിന്റെ വിചാരം? നിന്റെ മോള് ചിലപ്പോ മാറിയിട്ടുണ്ടാവും, പക്ഷെ നീ മാറിയിട്ടില്ല എന്ന് പറയാണ്. ഞാനിപ്പോ എന്തു പറഞ്ഞാ നിങ്ങളൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോവാണ്. ഷാരി പോയി കഴിയുമ്പോഴേക്കും രൂപ പറയട്ടെ, മോനെ അവളുടെ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഇപ്പൊ ആ കാര്യം ആർക്കറിയാത്തത്, എല്ലാവർക്കും അത് അറിയാലോ എന്ന് പറയുമ്പോഴേക്കും ആ സിയെ വെല്ലുവിളിച്ചാണ് പ്രശ്നമായി പോയത്. അയാൾ ഇനി ഈ കേസിന് പുറകെ പോകുമെന്ന് എനിക്ക് സംശയമുണ്ട് അച്ഛാ. അപ്പൊ രൂപ പറയണ്ടേ, എന്തിനാ അയാളൊക്കെ വെല്ലുവിളിക്കാൻ വേണ്ടി നിന്നത്? അയാൾ എങ്ങനെയെങ്കിലൊക്കെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചൂടെ? അപ്പോ ചന്ദ്രസേനൻ പറയണ്ട, എടോ ആ സിഐക്ക് എന്തോരം വേറെ കേസ് ഈ നാട്ടിലുണ്ട്, അതെങ്ങനെ തെളിയിക്കാൻ പോയാ പോരെ? ആ ഗംഗപ്രസാദ് പറഞ്ഞവൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര പേരെ അവനിപ്പോ കൊന്നാന്, അതിനെക്കുറിച്ചൊന്നും അയാൾക്ക് ആലോചിച്ചൂടെ? എന്നിട്ട് അയാളുടെ കേസിന് പുറകെ നടക്കുവാണ്, വേറൊരു കേസും ഇല്ലാത്ത പോലെ. ഇവിടെ ലോകത്ത് വേറെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, അതൊന്നും അയാൾക്ക് പ്രശ്നമില്ല. ഗംഗപ്രസാദ് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോവാണ്. കോടതിയിൽ അയാൾ കുറച്ച് നാണം കെട്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ദേഷ്യം ഉണ്ടാവും അയാൾക്ക് എന്തായാലും. എന്തായാലും ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോട്ടെ. കല്യാണി എന്നെ കാണാതെ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. ജാമ്യത്തിൽ ഇറങ്ങി ഞാൻ ആദ്യം അമ്മേനെ കാണാനാ വന്നത്. അയ്യോ അങ്ങനെ ഈ മോനെ എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? അത് സാരില്ലമ്മേ, എന്നാ ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങാണ്. കിരൺ പോയിക്കുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി എന്തിനു സംഭവിക്കുന്നു പേടിയായിരുന്നു ചന്ദ്രേട്ട എനിക്ക്. രൂപേ, നമുക്ക് കുറച്ചു കഴിയുമ്പോ കല്യാണി മോളെ ഒന്ന് കാണാൻ വേണ്ടി പോണം. നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ. പോകാം ചന്ദ്രേട്ട, നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോകാം എന്ന് രൂപയും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണിനെയാണ് കേട്ടോ. കല്യാണി കാർത്തിക എടുത്തും അതുപോലെ തന്നെ കാദംബരി എടുത്ത് പറയുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ കിരണേട്ടൻ എന്ന് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, ശരിയാണല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴേക്കും ആരോ ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കാണ്. കിരണായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാർത്തിക വാതിൽ തുറക്കുമ്പോഴേക്കും കിരണാണ് കേട്ടോ. കിരണിനെ കാണുമ്പോൾ തന്നെ കല്യാണിയുടെ കണ്ണ് നിറയാണ്. കിരണേട്ട എന്ന് പറയുമ്പോൾ കിരൺ വേഗം കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കല്യാണി എനിക്കിപ്പോ എങ്ങനെയുണ്ട് കല്യാണി എന്ന് ചോദിക്കുമ്പോഴേക്കും കുഴപ്പമില്ല കിരണേട്ട, ഇപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോ കാദംബരി പറയണ, ഡോക്ടർ വന്നിട്ട് പെയിൻ കില്ലർ കൊടുത്തു, അതിന്റെ ഒരു ആശ്വാസമാണ് അവൾക്ക്. അതിന്റെ എഫക്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിരണേട്ടൻ ഇത് എവിടെയായിരുന്നു, ഞാൻ എത്ര നേരം അന്വേഷിക്കണേന്ന് അറിയാവോ? കിരൺ കല്യാണിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. കല്യാണി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ കിരണേട്ട പ്രശ്നം? ആ രാഹുൽ മരിച്ചതിന്റെ കേസ് അന്വേഷണമോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നോ? അത് കേസ് ആവില്ലല്ലോ കല്യാണി, മൃഗങ്ങളല്ലേ കടിച്ചു കയറിക്കൊന്നത്, അതിന്റെ പേരിൽ കേസൊന്നും ആവില്ല. വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒഴിഞ്ഞു പോയി. എല്ലാം സാവധാനം നിന്നോട് പറയാൻ കേട്ടോ. നീ ഇപ്പൊ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയാണ്. അല്ല കിരണേട്ടൻ എങ്ങോട്ട് പോവാ? കുറച്ച് പണിയുണ്ട് കല്യാണി, അതുകൊണ്ടാ. പക്ഷെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് പോവാണ്. കല്യാണി അങ്ങനെ വിഷമിച്ച് അവിടെ തന്നെ കിടക്കുവാട്ടോ. അതിനുശേഷം പുറത്തിറങ്ങിയ കിരൺ വേലും രതീഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വേലുവിനോടും രതീഷിനോടും കിരൺ പറയുന്നുണ്ട്, എന്നാലും എനിക്ക് സംശയമുള്ള കാര്യം, ആരായിരിക്കും ഗംഗപ്രസാദിനെ തലക്കടിച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വേലുവും പറയുന്നുണ്ട്, അതാണ് എനിക്കും മനസ്സിലാവുന്നത്. ആരായിരിക്കും തലക്കടിച്ചത്? ഇനി അവൻ ആ പാറക്കല്ലിൽ തലയടിച്ചു തന്നെയായിരിക്കും മരിച്ചത് എന്ന് പറയുമ്പോ വേലു അങ്ങനെ പറയുമ്പോ രതീഷ് പറയണ്ടേ, ഒരിക്കലും പാറക്കല്ലിൽ തലയടിച്ചിട്ടല്ല അവൻ മരിച്ചത്. അങ്ങനെ അടിച്ചെങ്കിൽ തലയിൽ ഒരു ഭാഗത്ത് മാത്രമല്ലേ മുറിവുണ്ടാവുള്ളൂ. ഇത് ശക്തിയായിട്ടുള്ള തല മുറിഞ്ഞു പോകുന്ന തരത്തിലാണ് മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ആ ഇരുമ്പ് തണ്ട് വെച്ചിട്ട് തന്നെ ആരോ അടിച്ചതാണ്. ഇരുമ്പ് തണ്ടും അതിന്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നല്ലോ. കിരൺ പറയണ്ട്, അതെ ഇരുമ്പ് തണ്ട് തന്നെ വെച്ചിട്ടാണ് അടിച്ചേക്കുന്നത്. പക്ഷെ വേറെ അത് ആരായിരിക്കും? നമ്മൾ 3 പേരല്ല. ഇനി കല്യാണം നടക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും പുറത്തു പോയോ സാറേ? അത് പുറത്തു പോയെങ്കിൽ നമ്മളെക്കാളും നന്നിട്ട് ആ സി അന്വേഷിച്ച് പറഞ്ഞാനേലോ. ഇതിപ്പോ വേറെ ആരും പുറത്തൊന്നും പോയിട്ടില്ലടാ. കല്യാണത്തിൽ പങ്കെടുക്കാത്ത ആകെ 2 പേരേ ഉള്ളൂ, എന്റെ അമ്മയും അച്ഛനും. അച്ഛൻ ഇങ്ങനെ ഗുണ്ടകളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നെ ഗുണ്ടകളെ കൊണ്ടിട്ട് പറയിപ്പിച്ചനെ കോടതിയില് ആ ഗുണ്ടകളെ പുറത്തിറക്കുകയും ചെയ്താനെ. സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല. അച്ഛനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അച്ഛനാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് ആരായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇനിയിപ്പോ ആ സിയെ കേസ് അന്വേഷിക്കുമ്പോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അകത്ത് പോകുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ രതീഷ് പറയണ്ടേ, എനിക്കും അതാ സാറെ സംശയം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാകാം എന്നിങ്ങനെ രതീഷും പറയാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കാർത്തികേനെയാണ്. കാർത്തിക ലക്ഷ്മി അമ്മയോട് ചോദിക്കണ്ടേ, അമ്മേ സത്യം പറ, അമ്മ വല്ല ഗുണ്ടകളെ വെച്ചിട്ടുണ്ടായിരുന്നോ ഗംഗപ്രസാദിനെ തലക്കടിക്കാനായിട്ട്?
നമ്മ പറയേണ്ടതേ മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കോ? അല്ല എനിക്ക് ടെൻഷൻ ആവണ്ട വെച്ചാൽ അമ്മ പറയാതിരുന്നതാണോ? ഇല്ല മോളെ, അങ്ങനെ ആരെയും ഞാൻ വെച്ചിട്ടില്ല. പിന്നെ കല്യാണം നമ്മൾ ആരെയും അങ്ങനെ അറിയിക്കാണ്ട് നടത്തിയത് കൊണ്ട് അങ്ങനെ വെക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും പിന്നെ ആരായിരിക്കും അവന്റെ തല കടിച്ചത്? എന്തായാലും ആരാണെന്ന് അറിയില്ല. ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ സംരക്ഷണം കൊടുത്തേ പറ്റൂ മോളെ. നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. മിക്കവാറും നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവാം. അതാമേ എനിക്ക് മനസ്സിലാവാത്ത ആരായിരിക്കും അത് എന്ന് കാർത്തിക ഇങ്ങനെ ചോദിക്കാട്ടോ. പിന്നീട് കല്യാണി ഇങ്ങനെ കിടക്കണ സമയത്ത് വാതിൽ തുറന്ന് നമ്മുടെ രതീഷും അതുപോലെ തന്നെ വേലും വരുന്നുണ്ട് കേട്ടോ. രതീഷ് കല്യാണിന്റെ അടുത്ത് വന്നിട്ട് തലോടിട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണി നിനക്ക് വേദന കുറവുണ്ടോ കല്യാണി? അത് ചില സമയത്ത് വേദന ഉണ്ട് രതീഷ് ചേട്ടാ. നിങ്ങളൊക്കെ ഇത് എവിടെയായിരുന്നു? ഞങ്ങള് പുറത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു കല്യാണി. വേലു പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ നാളെ പോകും. അതെന്തൊരു പോക്ക എന്ന് കാദംബരി ചോദിക്കാണ്. വേലുവിനെ കുറച്ചു ദിവസം കൂടെ നിന്നൂടെ? അതല്ല, അവിടെ മാമി ഒറ്റയ്ക്കല്ലേ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അമലു ഇവിടെ നിൽക്കുന്നുണ്ട്. അമലു ആകെ കരച്ചില്ല ചേച്ചി. അവൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറെ നോക്കി, അവള് വരുന്നില്ല. ചേച്ചിയുടെ കിടപ്പ് കാണാൻ പറ്റുന്നില്ലെന്നാ പറഞ്ഞത്. കല്യാണി പറയുന്നുണ്ട്, എന്റെ ഈ കിടപ്പ് കാണാൻ പറ്റാതെ കുറെ പേര് വരാത്തുണ്ട്. ലക്ഷ്മി അമ്മ, കിരണേട്ടന്റെ അമ്മ, അവർക്കൊന്നും എന്നെ ഈ അവസ്ഥയെ കാണാൻ പറ്റില്ല എന്ന് പറയാണ്. വേലു പറയണ്ട്, നാളെ ഞാൻ എന്തായാലും ഊരിൽ പോകും, അതിനുശേഷം ഞാൻ വരാൻ ചേച്ചി. അമൽ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്ന് പറയാണ്. അപ്പൊ രതീഷ് പറയണ്ട, എന്നാ ശരി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് രാജപ്പൻ വരും കേട്ടോ. മോളെ കല്യാണി, ഇതാര് രാജപ്പൻ ചേട്ടനാ? വാ മോളെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ മോൾക്ക് ഇങ്ങനെ കുത്തുകൊണ്ട കാര്യം. ദേ അറിഞ്ഞപ്പോ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാ വരുന്നത് മോൾക്ക് വേണ്ടിയിട്ടേ. എന്നാലും കഷ്ടമായി പോയി കല്യാണി. നിന്നെ പോലെ എല്ലാവരും സ്നേഹിക്കുന്ന പെൺകുട്ടിക്കൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അവനെന്നാലും മരിച്ചില്ല കല്യാണി, അതന്നെ ആശ്വാസം. രാഹുലെ, അവനെ മൃഗങ്ങൾ കടിച്ചു കയറി കൊന്നില്ലേ? എന്നാലും കല്യാണി സൂക്ഷിക്കണം. അയാളുടെ മകളെയും ഭാര്യയെയും സൂക്ഷിക്കണം. കല്യാണി പറയണ്ട, അവരൊക്കെ മാറി രാജപ്പൻ ചേട്ടാ. ആര് പറഞ്ഞു മാറിയെന്ന്? ഈ പറഞ്ഞ രാഹുൽ ഒരുപാട് വർഷം മാറിയിട്ടും പിന്നെയും ദുഷ്ടനായ ഒരുത്തനല്ലേ? അതുപോലെ തന്നെയാണ് അയാളുടെ മോളും ഭാര്യയും. അവരെ സൂക്ഷിക്കണം മോളെ എന്ന് പറയാണ്. അപ്പൊ കല്യാണി പറയണ്ട, രാജപ്പൻ ചേട്ടൻ മാറിയില്ലേ? എന്റെ അച്ഛൻ മാറിയില്ലേ? അമ്മമ്മ മാറിയില്ലേ? അപ്പൊ രാജപ്പൻ പറഞ്ഞു, മോളെ മാറിയ ആൾക്കാരുണ്ട്, പക്ഷെ മാറാത്ത ആൾക്കാരുണ്ട്. അവരെ സൂക്ഷിക്കണമെന്നാണ് രാജപ്പൻ ചേട്ടൻ പറഞ്ഞത്. മനസ്സിലായോ? എന്തായാലും മോൾക്ക് വലിയൊരു ആപത്ത് ഒഴിഞ്ഞു പോയില്ലേ മോളെ? ഇനി ഒന്നും സംഭവിക്കില്ല. മോൾക്ക് വേദനയുണ്ടോ? ചെറുതായിട്ട് രാജപ്പൻ ചേട്ടാ എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കണ CIനാണ്. അയാള് ദേഷ്യം കൊണ്ടിട്ട് നവീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സ്റ്റേഷനിൽ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ്. SI അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടോ, നമുക്ക് ആ കേസ് ഒന്നും കൂടി അന്വേഷിക്കണം. സാർ, അത് കോടതി വിധി പറഞ്ഞ കേസല്ലേ, ഇനി അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാ മതി. ഞാൻ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ചിട്ട് കോടതിയിൽ എന്നെ ഒരു കള്ളനാക്കില്ല എല്ലാരും കൂടി. ഇത് ഞാൻ സഹിക്കില്ല. ഈ കേസ് അന്വേഷിക്കണം. ആ ചന്ദ്രസേൻ എന്ന് പറഞ്ഞ ആളുടെ മകനുണ്ടല്ലോ കിരൺ, അയാളാണ് ഈ കേസിലെ ആദ്യ പ്രതി. എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ വേലു, രതീഷ്, 3 ഞാൻ ജയിലിൽ കിടത്തിയിരിക്കും. ആ തെങ്ങന്തൈ നട്ട് മേടിച്ച സ്ഥലമില്ല, അയാൾ അവിടെ പോയിട്ട് നമുക്ക് ഒന്നും കൂടി അന്വേഷിക്കണം. സാറേ, അത് ഗംഗപ്രസാദ് മരിക്കുന്നതിന് മുമ്പാണ് കിരൺ മേടിച്ചതെന്നല്ല അവിടുത്തെ ആള് പറഞ്ഞത്. എടോ, അവരൊക്കെ നോണ പറഞ്ഞതായിരിക്കും. എനിക്ക് എന്തായാലും ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ഇതെന്റെ ഒരു വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ ആ മേശപ്പുറത്തൊക്കെ കൈവച്ച് ഇങ്ങനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്റ്റെഫിനെയാണ്. സ്റ്റെഫി ഇടിച്ചു തള്ളി കല്യാണിയുടെ റൂമിൽ വന്നിട്ട് ബെല്ലടിക്കുമ്പോഴേക്കും കാദംബരി വാതിൽ തുറക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? മാറി നിൽക്കടി അവിടുന്ന് എന്ന് പറഞ്ഞ് കാദംബരിനെ പിടിച്ച് മാറ്റി കല്യാണിന്റെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് സ്റ്റെഫി പറയാ, അപ്പോഴേക്കും ബൈജു അവിടെ ഉണ്ട് കേട്ടോ. ബൈജു ആപ്പിളൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കായിരിക്കും. എടി, നീ എന്താണ് ഇവിടെ വന്നത്? പോടി, അല്ലെങ്കിൽ നിന്നെ കുത്തുന്നില്ല ഞാൻ. കുത്തടാ, എങ്ങനെ നെഞ്ചി നോക്കി നീ കുത്ത്. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ലടാ. ഗംഗപ്രസാദിന്റെ കാമുകിയാണ് ഞാൻ. എനിക്ക് അവന്റെ അതേ സ്വഭാവം കെട്ടിരിക്കുന്നത്. എടി കല്യാണി, നിന്റെ ഭർത്താവും ആ കൂടെ 2 ശിങ്കടികളോട് രക്ഷപ്പെട്ടെന്ന് നീ വിചാരിച്ചോടി? കോടതി അവരെ വെറുതെ വിട്ടാലും ഞാൻ അവരെ വെറുതെ വിടില്ലടി. ഇവൾ എന്തൊക്കെയാ കാദംബരി പറയണത്, ചേച്ചി പറയണത് എന്ന് കല്യാണി ചോദിക്കുമ്പോ അവൾ എന്തെങ്കിലും പറയട്ടെ, അവൾക്ക് വട്ടാ മോളെ എന്ന് പറയണം. വട്ടാർക്കാന്ന് ഞാൻ കാണിച്ചുതരാ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. എന്നെ ഗംഗനൊക്കെ ഒന്നും ആരെയും ഞാൻ വെറുതെ വിടില്ല. അപ്പൊ ബൈജു പണ്ടടി, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല എന്നിങ്ങനെ പറയാണ്. ആ സമയത്ത് സ്റ്റെഫി പറയണ്ട്, ആടാ നീ എന്ത് വേണേലും ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ മരിക്കുന്ന മുമ്പ് നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ഇല്ലാതാക്കൂടാ, പ്രത്യേകിച്ച് ആ കിരണിനെയും വേലുവിനെയും രതീഷിനെയും എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടെ നിന്ന് പോകുക കേട്ടോ. അപ്പൊ കല്യാണി ചോദിക്കണ്ടേ, അവൾ എന്തൊക്കെയാ പറഞ്ഞത്? കിരണേട്ടൻ ജയിലിൽ കിടന്നോ? കിരണേട്ടനും വേലും രതീഷും ജയിലിൽ കിടന്നോ? അപ്പൊ കാദംബരി പണ്ട് അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ, അവർക്ക് ജാമ്യം കിട്ടി, അവർ വന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോ കല്യാണി അതൊക്കെ കേട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ പ്രൊമോ ആയിരിക്കും നമ്മുടെ ക്ലൈമാക്സ് പ്രൊമോ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.